ഹൗ ടു സ്റ്റാർട്ട് ആൻ എക്സ്പോർട്ട് ഓർ ഇമ്പോർട്ട് കമ്പനി. എങ്ങനെയാണ് ഒരു എക്സ്പോർട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും എക്സ്പോർട്ട് ബിസിനസ് ചെയ്യാൻ ആളുകൾ മടിച്ചിരിക്കുന്നതിൻ്റെ കാരണം അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. എക്സ്പോർട്ട് വളരെ റിസ്ക് ഓറിയൻറ്റഡ് ആണെന്നും ലൈസൻസുകളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും പ്രത്യേകിച്ച് വലിയ വോളിയത്തിൽ മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയൂ എന്നുള്ള തെറ്റായ കുറേ ധാരണകൾ കൊണ്ടാണ് എക്സ്പോർട്ട് ബിസിനസ്സിന് അധികം ആരും ചൂസ് ചെയ്യാൻ പോകാത്തത്. ഇനി ഈ വീഡിയോയിലൂടെ ആർക്കൊക്കെ എക്സ്പോർട്ട് ബിസിനസ് ചെയ്യാം, ഒരു ബയ്യറിനെ എങ്ങനെ കണ്ടെത്താം, എന്തൊക്കെ ലൈസൻസുകളാണ് എക്സ്പോർട്ട് ചെയ്യാൻ ആവശ്യമുള്ളത്, പ്രോഡക്റ്റിൻ്റെ പ്രൈസിംഗ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് ടേംസ് എങ്ങനെ ആയിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ആർക്കൊക്കെയാണ് എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. മാനുഫാക്ചേഴ്സ്, ട്രേഡേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ്, ഹോം മേക്കേഴ്സ് എന്നിങ്ങനെ ആർക്ക് വേണമെങ്കിലും എക്സ്പോർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് എക്സ്പോർട്ട് മാനുഫാക്ചേഴ്സിന് മാത്രമുള്ളതാണ്, അവരാണ് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. 80% ഓഫ് എക്സ്പോർട്ടും ചെയ്യുന്നത് ഈ കാണുന്ന ട്രേഡേഴ്സ് തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. അതായത് മാനുഫാക്ചറുടെ കയ്യിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങി സെയിൽ ചെയ്യുന്നവരെയാണ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി എത്ര ക്വാണ്ടിറ്റി വേണം ഒരു എക്സ്പോർട്ട് ചെയ്യാൻ, വലിയ വോളിയത്തിൽ മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് അടുത്ത സംശയം. ഈവൻ 1-2 പ്രൊഡക്റ്റ് എത്ര ചെറിയ ക്വാണ്ടിറ്റി വേണമെങ്കിലും ഈവൻ അത് കൊറിയർ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയോ മറ്റൊരു കൺട്രിയിലേക്ക് അയക്കുന്നത് പോലും എക്സ്പോർട്ട് തന്നെയാണ്. ഇനി അധികം എല്ലാവരുടെ ഒരു സംശയം എന്താണെന്ന് അറിയാം, എങ്ങനെ ഒരു ബയ്യറിനെ കണ്ടെത്താം, എന്നാലേ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പല മാർഗങ്ങളിലൂടെയും ബയേഴ്സിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബിസിനസ്സുകാരൊക്കെ ഉപയോഗിക്കുന്നത് ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, അതായത് എക്സ്പോർട്ട് ഇന്ത്യ, ഇന്ത്യാമാർട്ട്.com, ട്രേഡ് ഇന്ത്യ, alibaba.com എന്നിങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുവഴി ഒരുപാട് എൻക്വയറീസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ രജിസ്റ്റർ ചെയ്യുക വഴിയും, അതുപോലെ തന്നെ ട്രേഡ് ഫെയർ ഒക്കെ കണ്ടക്ട് ചെയ്യുക, അതുപോലെ ഇന്ത്യൻ എംബസി അബ്രോഡിലുള്ളതിലൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നതോടുകൂടെ കുറേ എൻക്വയറീസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇതിൽ നിന്നും വിശ്വാസയോഗ്യമായിട്ടുള്ള ബയേഴ്സിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇത്രയും ആയിക്കഴിഞ്ഞാൽ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്യാൻ എന്തൊക്കെ ലൈസൻസുകളാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു കമ്പനി രജിസ്ട്രേഷൻ പ്രോസസ്സാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുന്നത്. ഇതിൽ പല ടൈപ്പ് ഓഫ് കമ്പനീസ് അവൈലബിൾ ആയിട്ടുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് കമ്പനി, 1 person കമ്പനി, അതുപോലെ പാർട്ണർഷിപ്പ് ഫേം, പ്രൊപ്രൈറ്റർഷിപ്പ് ഫേം എന്നിങ്ങനെ നിരവധി സ്ട്രക്ചേഴ്സ് അവൈലബിൾ ആണ് ഇന്ത്യയിൽ. ഇതിൽ നിന്നും നിങ്ങളുടെ ബിസിനസ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു കമ്പനി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അധികം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേം പോലെയുള്ള കമ്പനീസൊക്കെ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് കമ്പനിയൊക്കെ ചൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, കമ്പനി രജിസ്ട്രേഷനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സൂറ്റബിൾ ആയിട്ടുള്ള ഒരു കമ്പനി ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് കറണ്ട് അക്കൗണ്ടായിട്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. കമ്പനി രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റുള്ള ഡോക്യുമെൻറ്റ്സ്, പാൻ കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ബാങ്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. കൂടുതലും HDFC, ആക്സിസ് ബാങ്ക് പോലുള്ളവർ ഫോറിൻ ട്രാൻസാക്ഷൻ കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് ഈ ന്യൂ ജനറേഷൻ ബാങ്ക്സ് നിങ്ങൾക്ക് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ബാങ്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം GST രജിസ്ട്രേഷൻ എടുക്കുക എന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. എക്സ്പോർട്ട് ബിസിനസ്സിന് GST എക്സംപ്റ്റഡ് ആണെങ്കിലും രജിസ്ട്രേഷൻ എടുത്ത് അതിൽ LUT അപ്ലൈ ചെയ്ത് ആ നമ്പർ ഓരോ ഇൻവോയ്സിലും മെൻഷൻ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് GST എക്സംപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇനി GST രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് അഥവാ I കോഡ് എന്നുള്ളത് എടുക്കുക. എല്ലാ കാറ്റഗറി ഓഫ് ബിസിനസ്സിനും, എല്ലാ എക്സ്പോർട്ടേഴ്സിനും ഇമ്പോർട്ടേഴ്സിനും നിർബന്ധമായിട്ടും എക്സ്പോർട്ട് ലൈസൻസ് അപ്ലൈ ചെയ്ത് വാങ്ങേണ്ടതാണ്. ഇതിനുവേണ്ടി കമ്പനി രജിസ്റ്റർ ചെയ്ത ഡോക്യുമെൻ്റ്, സർട്ടിഫിക്കറ്റ്, ക്യാൻസൽഡ് ചെക്ക് ലീഫ്, ബിസിനസ്സിൻ്റെ അഡ്രസ് പ്രൂഫ്, ഈ 3 കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ലൈസൻസ് കരസ്ഥമാക്കാവുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചില പ്രോഡക്റ്റിനൊക്കെ അതർ സർട്ടിഫിക്കേഷനും കൂടി ആവശ്യം വരാറുണ്ട്. ഏതാണ് ഈ അതർ സർട്ടിഫിക്കേഷൻ? അതായത് ഒരു ഫുഡ് ബിസിനസ്സാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് FSSAI സെൻട്രൽ ലൈസൻസ് ആവശ്യം വരാറുണ്ട്. അതുപോലെ അപ്പൈഡ ലൈസൻസ് ചിലപ്പോൾ ആവശ്യം വരാറുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു സ്പൈസസ് ബിസിനസ് ആണെങ്കിൽ
സ്പൈസ് ബോർഡിൻ്റെ ലൈസൻസ്, ടീ ഓർ കോഫി ബിസിനസ് ആണെങ്കിൽ ടീ കോഫി ബോർഡ് ലൈസൻസ്, കോക്കനട്ട് റിലേറ്റഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ കോക്കനട്ട് ബോർഡ് ലൈസൻസ് എന്നിങ്ങനെയുള്ള പല ലൈസൻസുകളും ആ പ്രൊഡക്റ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. ചില ബിസിനസ്സുകൾക്ക് ISO സ്റ്റാൻഡേർഡ് ആവശ്യമുണ്ടെങ്കിൽ ആ ISO സർട്ടിഫിക്കേഷൻ നേടിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ലൈസൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ ഓക്കെ എന്നർത്ഥം. ഇനി അടുത്തതായിട്ട് പ്രൊഡക്റ്റിന് പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 3 തരത്തിലുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ 3 ടേംസ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. ഒന്നാമതായിട്ട് FOB, ഫ്രീ ഓൺ ബോർഡ്. അതായത് FOB കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഷിപ്പിലേക്ക് ലോഡ് ചെയ്യുന്നത് വരെയുള്ള ആ എക്സ്പെൻസസ് കൂടെ ചേർന്നിട്ടുള്ള പ്രൈസിംഗ് ആണ് FOB എന്നുള്ളത്. ഒന്നുകൂടി വ്യക്തമാക്കിയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൊച്ചിൻ പോർട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് അയക്കുന്നതെങ്കിൽ കൊച്ചിൻ പോർട്ടിലേക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള എല്ലാ എക്സ്പെൻസസും അടക്കമുള്ള പ്രൈസിംഗ് ആണ് FOB എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് 100 രൂപയാണെന്ന് വെക്കുക. അപ്പോൾ പ്രോഫിറ്റ് എമൗണ്ട് 10 രൂപയാണെങ്കിൽ അതിൻ്റെ ഷിപ്പിലേക്ക് എത്തുന്നത് വരെയുള്ള ലോഡിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസസ് 5 രൂപയുമാണെങ്കിൽ നിങ്ങളുടെ FOB പ്രൈസ് എന്ന് പറയുന്നത് 100 + 10 + 5 = 115 റുപ്പീസ് ആയിരിക്കും നിങ്ങളുടെ ടോട്ടൽ FOB പ്രൈസ് എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിൻ്റെ. ഇനി രണ്ടാമതായി CFR എന്നുള്ള ടേംസ്, കോസ്റ്റ് ആൻഡ് ഫ്രൈറ്റ്സ്. CFR എന്നാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ കൺട്രിയുടെ പോർട്ടിൽ എത്തുന്നത് വരെയുള്ള എക്സ്പെൻസസ് കൂടെ ചേർന്നതാണ് CFR എന്നുള്ളത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഷിപ്പിംഗ് കോസ്റ്റ് 5 റുപ്പീസ് ആണെന്ന് വിചാരിക്കൂ. അതുകൂടെ പ്രൊഡക്റ്റിന് CFRലേക്ക് ആഡ് ചെയ്യുമ്പോൾ 115 + 5 = 120. അതായിരിക്കും നിങ്ങളുടെ CFR എന്നുള്ള കോസ്റ്റ്. ഓക്കെ. ഇനി മൂന്നാമത്തെ കോസ്റ്റ്, അതായത് CIF, കോസ്റ്റ് ഇൻഷുറൻസ് ഫ്രൈറ്റ്. ഇതുകൂടെ ചേർന്നത് നിങ്ങളുടെ CFR കോസ്റ്റിനോട് കൂടെ തന്നെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട്, ഉദാഹരണത്തിന് ഒരു 50 പൈസയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഷുറൻസ് കോസ്റ്റ് എങ്കിൽ അതുകൂടെ ആഡ് ചെയ്ത് വരുന്നതായിരിക്കും നിങ്ങളുടെ CIF എന്നുള്ള കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ 120 ആണ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് അതിലേക്ക് 50 പൈസ കൂടെ ചേരുമ്പോൾ 120 പൈസയായിരിക്കും നിങ്ങളുടെ ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കൊട്ടേഷനിൽ മെൻഷൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പോൾ കൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൊട്ടേഷൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, പ്രൊഡക്റ്റിൻ്റെ പാക്കിംഗ് എങ്ങനെയായിരിക്കും, പേയ്മെൻറ്റ് ടേംസ് എങ്ങനെയായിരിക്കും, FOB പ്രൈസ് എങ്ങനെയായിരിക്കും, CFR പ്രൈസ് എങ്ങനെയായിരിക്കും, CIF പ്രൈസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ കൊട്ടേഷനിൽ മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി കൊട്ടേഷനൊക്കെ ആയതിനു ശേഷം അടുത്ത എല്ലാവരുടെ ഒരു സംശയം എന്താണെന്നറിയോ, എങ്ങനെ ആയിരിക്കണം പേയ്മെൻറ്റ് ടേംസ്? എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മടിച്ചു നിൽക്കുന്ന കാര്യം ഈ പേയ്മെൻറ്റ് ടേംസ് എങ്ങനെ സെക്യൂറായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ടേംസ് ഫിക്സ് ചെയ്യാമെന്നുള്ളത്. പ്രധാനമായിട്ട് 3 ടൈപ്പ് ഓഫ് പേയ്മെൻറ്റ്സ് മെത്തേഡാണുള്ളത് എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഒന്നാമത്തെ അഡ്വാൻസ് പേയ്മെൻറ്റ്, അതായത് 50% അല്ലെങ്കിൽ 100% അഡ്വാൻസ് വാങ്ങിയിട്ട് ബിസിനസ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ DP, ഡോക്യുമെൻ്റ് അഗെയിൻസ്റ്റ് പേയ്മെൻറ്റ്. അടുത്തത് LC, മൂന്നാമത്തെ മെത്തേഡ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്നാമത്തതോ രണ്ടാമത്തോ മൂന്നോ കോമ്പിനേഷൻ കൂടി ആവാം. അതായത് 50% അഡ്വാൻസ് വാങ്ങി ബാക്കി ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വാങ്ങാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ബാങ്ക് ഗ്യാരണ്ടിയോട് കൂടിയിട്ടുള്ള ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് വലിയ വോളിയം ഓഫ് ബിസിനസ്സിനൊക്കെ കുറച്ചുകൂടി ആളുകൾ സെക്യൂർ ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് തിരഞ്ഞെടുക്കാവുന്നത്. അപ്പോൾ ഈ പേയ്മെൻറ്റ് ടേംസ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സ്പോർട്ട് ബിസിനസ് ഓണായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള രജിസ്ട്രേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ലൈസൻസിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ രജിസ്ട്രേഷന് വേണ്ട ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കോർപ്പോറേറ്റ്സിൻ്റെ നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്.